ബഹിരാകാശ നിലയത്തിൽ നിന്ന് ആദ്യ മലയാളിയായി മാറുകയാണ് അനിൽ മേനോൻ. ഇതാ ഇപ്പോൾ MS-29 ദൗത്യം ഡോക്ക് ചെയ്യുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഡോക്കിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതാ ഡോക്ക് ചെയ്തിരിക്കുന്നു പേടകം എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്തായാലും ഇനിയും പ്രക്രിയകൾ കൂടുതലുണ്ട്. 1.5 ശേഷം മാത്രമേ ഈ പേടകത്തിൽ നിന്നും ബഹിരാകാശ സഞ്ചാരികളായിട്ടുള്ള മൂവരും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അത്ര നേരം കുറച്ച് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പേടകത്തിനുള്ളിൽ നടത്തേണ്ടതുണ്ട്. ഈ ടെമ്പറേച്ചർ അടക്കം ക്രമീകരിച്ച ശേഷം മറ്റ് സാങ്കേതിക കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഈ യാത്രികർക്ക് ബഹിരാകാശ നിലയത്തിലേക്ക് കയറാനായി പ്രവേശിക്കാനായി സാധിക്കുകയുള്ളൂ. അതൊരു ചരിത്ര മുഹൂർത്തമായിരിക്കും തീർച്ചയായിട്ടും. ഈ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യ മലയാളി എന്ന ഒരു ഖ്യാതിയിലേക്ക്, ആ ഒരു സ്ഥാനത്തേക്ക് അനിൽ മേനോൻ എത്തുന്ന ഒരു സമയമായിരിക്കും അത്. ആ ഒരു സാഹചര്യമാണ് ഇനി ഒരു 1:30 നടക്കാൻ പോകുന്നത്. ആ വിക്ഷേപണം എന്തായാലും ഇന്ന് വൈകിട്ട് 8:15 വിജയകരമായിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്ക് പേടകം ഡോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി എന്തായാലും മണിക്കൂറുകൾ നീണ്ട മറ്റ് പ്രവർത്തനങ്ങൾക്കൊടുവിൽ, സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊടുവിൽ 3 ബഹിരാകാശ സഞ്ചാരികളും ഈ ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കും. അതിനുശേഷമായിരിക്കും അവർ എക്സ്പെഡിഷൻ 74-ൻ്റെ ഭാഗമാവുക. സമയം നിലവിൽ എന്തായാലും 7 സഞ്ചാരികളാണ് എക്സ്പെഡിഷൻ 74-ൻ്റെ ഭാഗമായിട്ട് ഈ ബഹിരാകാശ നിലയത്തിൽ തുടരുന്നത്. എന്തായാലും പുതിയ ദൗത്യ സംഘം എത്തുന്നതോടുകൂടി 2 ആഴ്ചയ്ക്ക് ശേഷം ഈ നിലവിലുള്ള 7 ബഹിരാകാശ സഞ്ചാരികളും തിരികെ ഭൂമിയിലേക്ക് മടങ്ങുന്നതായിരിക്കും. എന്തായാലും പിന്നീടുള്ള ദൗത്യത്തിൻ്റെ മുന്നോട്ട് പോക്കും ദൗത്യത്തിൻ്റെ വിജയവുമൊക്കെ ഈ ഇപ്പോൾ എത്തിയിരിക്കുന്ന 3 പേരെയും കേന്ദ്രീകരിച്ചായിരിക്കും ഉണ്ടാവുക. എന്തായാലും പ്രധാനമായിട്ടും ആരോഗ്യ മേഖലയ്ക്കൊക്കെ നിരവധി സംഭാവനകൾ നൽകിയേക്കാനായി സാധിക്കുന്ന ഒരു ദൗത്യമാണ് എക്സ്പെഡിഷൻ 74. അങ്ങനെയാണ് ശാസ്ത്രലോകം അതിനെ കാണുന്നത്. ഈ അനിൽ മേനോനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വൈദ്യശാസ്ത്ര രംഗത്ത് നിരവധി സംഭാവനകൾ മുന്നേ തന്നെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നത് വഴി ഈ ഇത്തരത്തിലുള്ള കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനും അത്തരത്തിൽ ലോകത്തിനും മറ്റ് സംഭാവനകളൊക്കെ നൽകാനുമുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മളൊക്കെ തന്നെയും കാണുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലടക്കം അദ്ദേഹം പോളിയോവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മലയാളികൾക്കേറെ അഭിമാനകരമായിട്ടുള്ള കാര്യം, അദ്ദേഹം ഒരു മലയാളികളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒറ്റപ്പാലം സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഡോക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിജയകരമായിട്ട് ബഹിരാകാശ നിലയത്തിലേക്ക് ഡോക്ക് ചെയ്യാനായി സാധിച്ചിരിക്കുകയാണ് ഈ പേടകം. അങ്ങനെ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ മലയാളിയാകാനായി ഒരുങ്ങുകയാണ് അനിൽ മേനോൻ. അതിൻ്റെ ഭാഗമായിട്ട് ഡോക്കിംഗ് പുരോഗമിച്ചിരിക്കുകയാണ്. ഡോക്കിംഗ് വിജയകരമായിട്ട് നടത്തിയിരിക്കുകയാണ്. ഇനി എന്തായാലും 1:30 അനിൽ മേനോനും മറ്റ് 2 ദൗത്യ സംഘാംഗങ്ങളും ഈ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതോടുകൂടി ആ ചരിത്ര മുഹൂർത്തമാവുകയാണ്. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ഡോക്ടർ അനിൽ മേനോൻ മാറും. ഡോക്കിംഗ് എന്തായാലും വിജയകരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് ആണ് ഇന്ന് 8:15 ദൗത്യ സംഘം യാത്ര തിരിച്ചത്. സോയൂസ് MS-29 ദൗത്യ സംഘം യാത്ര തിരിച്ചത്. എന്തായാലും വിജയകരമായ യാത്ര, ഒടുവിൽ ഇപ്പോൾ ഡോക്കിങ്ങും വിജയകരമായി പൂർത്തിയാക്കാനായി സാധിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവർ മറ്റ് പ്രവർത്തനങ്ങളിലേക്കായിരിക്കും ഇനി കടക്കുക. ഈ പേടകത്തിനുള്ളിലെ താപനിലയും ഒപ്പം ബഹിരാകാശ നിലയത്തിലെ താപനിലയും ഒക്കെ ക്രമീകരിച്ച് മറ്റ് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ ദൗത്യ സംഘം ഇനി ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കുക. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ഒരു പ്രോസസ്സായിരിക്കും. കാരണം അത്രത്തോളം സമയം അതിനായി എടുക്കുന്നുണ്ട്. ഇപ്പോൾ 11:26 ഈ ഡോക്കിംഗ് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം കൃത്യസമയത്ത് തന്നെ മറ്റ് തകരാറൊന്നുമില്ലാതെ തന്നെ ഡോക്ക് ചെയ്യാനായി. ഈ ഡോക്കിംഗ് സംബന്ധിച്ചിടത്തോളം അത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആ സമയമെന്ന് പറയുന്നത്. അതെന്തായാലും വിജയകരമായി നേരത്തെ മുൻ നിശ്ചയിച്ച സമയത്ത് തന്നെ പൂർത്തിയാക്കാനായി സാധിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ബഹിരാകാശ പേടകമാണ് സോയൂസ്. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു
വിക്ഷേപണ വാഹനമായിട്ടാണ് ഈ സോയൂസിനെ നമ്മൾ കാണുന്നത്. എന്തായാലും അത്തരത്തിൽ ആ സോയൂസ് വാഹനത്തിൽ തന്നെയാണ് നിലവിലെ ദൗത്യ സംഘവും പോയിരിക്കുന്നതും. ഏറ്റവും വിജയകരമായിട്ട് തന്നെ ഈ ഒരു പ്രക്രിയ ഇതുവരെയുള്ള ഘട്ടങ്ങൾ പൂർത്തിയാക്കാനും സാധിച്ചിട്ടുണ്ട്. സോയൂസ് പേടകത്തിൽ സോയൂസ് ആ ഒരു വാഹനത്തിൽ, വിക്ഷേപണ വാഹനത്തിൽ ഈ പേടകം വഹിച്ചുകൊണ്ട് ബഹിരാകാശ സഞ്ചാരികളെ വിജയകരമായിട്ട് വിക്ഷേപിക്കാനായി സാധിച്ചു. ശേഷം 11:26 ഇപ്പോൾ എന്തായാലും ഡോക്കിംഗ് പ്രക്രിയ അടക്കം പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും പുലർച്ചയോടുകൂടി മാത്രമേ അവർക്കിനി ഈ ഒരു പേടകത്തിൽ നിന്ന് ആ ഒരു ഹാച്ചിങ് പ്രക്രിയയിലൂടെ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കാനായി സാധിക്കുകയുള്ളൂ. എന്തായാലും വലിയൊരു സങ്കീർണത നിറഞ്ഞ ഒരു ഘട്ടമാണ് ഇപ്പോൾ എന്തായാലും പിന്നിട്ടിരിക്കുന്നത്. അത് നേരത്തെ നിശ്ചയിച്ചതുപോലെ ഏറ്റവും വിജയകരമായിട്ട് തന്നെ ഈ ഒരു ഘട്ടവും കടക്കാനായി സാധിച്ചിരിക്കുകയാണ്. കൃത്യം നിശ്ചയിച്ച സമയത്ത് തന്നെ 11:26 തന്നെ ഈ ഒരു ഡോക്കിംഗ് നടന്നിരിക്കുകയാണ്. അനിൽ മേനോനും അതോടൊപ്പം തന്നെ പീറ്റർ ഡ്യൂബ്രോവും അന്ന കിക്ന എന്നീ 3 ബഹിരാകാശ സഞ്ചാരികളാണ് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് നിലവിൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ തുടരുന്ന 7 ബഹിരാകാശ സഞ്ചാരികളുണ്ട്. ഈ 3 ബഹിരാകാശ സഞ്ചാരികൾ അവിടെ എത്തിയ ശേഷം എന്തായാലും നിലവിൽ അവിടെ തുടരുന്ന ബഹിരാകാശ സഞ്ചാരികൾ തിരികെ 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഭൂമിയിലേക്ക് പുറപ്പെടുക. ശേഷം 8 മാസം നീളുന്ന ദൗത്യമായിരിക്കും. ഈ 8 മാസം നീളുന്ന ദൗത്യത്തിൽ അനിൽ മേനോൻ്റെ നേതൃത്വത്തിലുള്ള ഈ 3 അംഗ സംഘമായിരിക്കും അവിടെ തുടരുക. ഇനി അടുത്ത വർഷം ഏപ്രിലോടുകൂടിയൊക്കെ ആയിരിക്കും നിലവിൽ ഇപ്പോൾ എത്തിയിട്ടുള്ള അനിൽ മേനോനും സംഘവും തിരികെ ഭൂമിയിലേക്ക് എത്തുക. എന്തായാലും ഡോക്കിംഗ് പ്രക്രിയ അടക്കം വിജയകരമായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഹാച്ചിങ് എന്ന പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണത്. പുലർച്ചെ 1:30 ആയിരിക്കും നടക്കുക.